രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് DSCറെ. ഒക്ടോബർ 31-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് നവംബർ 7-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ DSCറെ തെലുങ്ക് പതിപ്പ് നേടിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ DSCറെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത്. ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദ ഡേ ഓഫ് റാത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത്. പ്രീ റിലീസ് അഭിമുഖങ്ങളോ പ്രസ് മീറ്റുകളോ ഒന്നും കൂടാതെ എത്തിയ ചിത്രത്തിന് മികച്ച മൗത്ത് പബ്ലിസിറ്റി തന്നെ ലഭിക്കുന്നുവെന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്നടക്കം മികച്ച കളക്ഷൻ നേടുന്ന ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതായാണ് കാണുന്നത്. പതിയെ തുടങ്ങി സ്ഥിരതയോടെ മുന്നോട്ടു നീങ്ങുന്ന തരത്തിലാണ് ഈ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിൽ നിന്ന് പ്രേക്ഷകനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാജിക്കും രണ്ടാം പകുതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹോളിവുഡ് ലെവലുള്ള മേക്കിങ്ങും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾക്ക് വിശ്വസനീയമായ ആഖ്യാനവും നൽകുന്നതോടെ മികച്ച സിനിമാ അനുഭവം തന്നെയാണ് DSCറെ സമ്മാനിക്കുന്നത്. ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായും സ്ക്രീനിൽ പിടിച്ചിരുത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ചിത്രം തുടങ്ങി ആദ്യ പകുതി അവസാനിക്കുന്നതും രണ്ടാം പകുതിയിൽ നിന്ന് ചിത്രത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതും വളരെ സ്വാഭാവികമായിട്ട് തന്നെയാണ്. പ്രേക്ഷകനെ വാച്ചിൽ നോക്കാൻ അനുവദിക്കാതെ എൻഗേജിംഗ് ആയി പിടിച്ചിരുത്തുന്നുണ്ട് പ്രണവിന്റെ ഈ ചിത്രം. അതായത് സംവിധായകൻ ഉദ്ദേശിക്കുന്നിടത്ത് അണിയറ പ്രവർത്തകരെല്ലാം പ്രേക്ഷകനെ ഭീതിപ്പെടുത്താനായി ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലെ പ്രത്യേകത. പതിയെ ആരംഭിച്ച് ഭയം അതിന്റെ മുറുക്കത്തിലേക്ക് എത്തുമ്പോഴേക്കും ചിത്രം അവസാനിക്കുന്നു എന്നതും മറ്റൊരു കാര്യമാണ്. പ്രധാന കഥാപാത്രത്തിൻ്റെതുപോലെ തന്നെ പ്രേക്ഷകന്റെ മനസ്സിലും ഒരു ചോദ്യവും അവസാനിപ്പിച്ചാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന ചിത്രം പ്രതീക്ഷിക്കുന്നിടത്തു നിന്നും പ്രേക്ഷകനെ ഭയപ്പെടുത്തുന്നില്ല. എന്നാൽ പേടിപ്പിക്കുന്നിടത്തു നിന്നെല്ലാം പൂർണ്ണതയിൽ എത്തുന്നുണ്ട് ഈ ചിത്രം. എന്തായാലും ചിത്രത്തിൽ പ്രണവിന്റെ അഭിനയം വേറിട്ടൊരു അനുഭവം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഒക്ടോബർ 31-നായിരുന്നു ചിത്രത്തിന്റെ മലയാളം റിലീസ്. മലയാളത്തിൽ ശ്രദ്ധ നേടിയതിനു ശേഷം നവംബർ 7-നായിരുന്നു ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിലേക്ക് എത്തിയത്. മുൻപ് മലയാളത്തിൽ വിജയിച്ച പല ചിത്രങ്ങളുടെയും തെലുങ്ക് പതിപ്പുകളും ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. DSCറെയും ആ കൂട്ടത്തിൽ പെടുത്തുന്നുണ്ടോ എന്നാണ് കണക്കുകൾ പുറത്തുവരുമ്പോൾ മനസ്സിലാകുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം DSCറയുടെ തെലുങ്ക് പതിപ്പ് ആദ്യ 5 ദിനങ്ങളിൽ നിന്ന് 30 ലക്ഷം രൂപയാണ് നേടിയതെന്നാണ് കണക്ക്. ഗ്രോസ് അല്ല, മറിച്ച് നെറ്റ് കളക്ഷനാണിത്. ആവേശകരമായ പ്രതികരണമല്ല ഇതെന്ന് വേണ്ടുമെങ്കിൽ പറയാം. അതേസമയം മലയാളം പതിപ്പ് 2 ആഴ്ച പിന്നിടുമ്പോൾ തിയേറ്ററുകളിൽ നിന്ന് വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കി. 80 ലക്ഷം രൂപയാണ് ബുധനാഴ്ച മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്നും നേടിയത്. ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതുവരെ നെറ്റ് കളക്ഷനായി 37 കോടിയും ഗ്രോസ് കളക്ഷനായി 42 കോടിയുമാണ് സ്വന്തമാക്കിയതെന്ന് കണക്കുകൾ പറയുന്നു. വിദേശത്തു നിന്നാകട്ടെ 31 കോടിയുമടക്കം 13 ദിവസത്തെ ആഗോള ഗ്രോസ് കളക്ഷൻ 74 കോടിയിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ ഈ വർഷത്തെ നല്ലൊരു കളക്ഷൻ റെക്കോർഡ് തന്നെയാണ് DSCറെ സ്വന്തമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ചിത്രത്തിന് ഇപ്പോഴും തിരക്കുള്ളതിനാൽ ക്ലോസിംഗ് ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് തന്നെ പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.